നമസ്കാരം എല്ലാവർക്കും. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് സംഭവം കുറച്ച് രസകരമായ എപ്പിസോഡാണ്. രസകരമായ എപ്പിസോഡ് എന്ന് വെച്ചാൽ ഇന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു എപ്പിസോഡ് കൂടിയായിരിക്കും. ആ വ്യക്തി ആരാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. എൻ്റെ കൂടെയുള്ള മിഥുന കേട്ടോ, നമ്മുടെ ഫ്രണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനും ഷെബീറും ജസീലും കൂടി നമ്മുടെ ആമിനാലിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയ സമയത്ത് അവിടെ ഞങ്ങളെ കസ്റ്റംസിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, മോനെ ലോട്ടറി എടുക്കുന്നത് ചോദിച്ചു. അപ്പം ഞാൻ പേഴ്സണലി ലോട്ടറി എടുക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി എന്നുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല. അത് പിന്നെ ഞങ്ങൾക്കത് നിഷിദ്ധമാണ്, അതാണ് ഏറ്റവും സത്യം. അപ്പം എനിക്കെടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ആ ചേട്ടൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ കുറച്ച് പ്രായമായ ഒരു ചേട്ടനുണ്ട്. അപ്പം ഞാൻ ഓക്കെ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ തന്നെ. അപ്പം മൂപ്പര് ഒരു 3 എണ്ണം തന്നു. ഞാൻ 120 രൂപ കൊടുത്തു. കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗ്യക്കുറിയായിരുന്നു. ഞാൻ എടുത്ത് മൂപ്പര് പോയി. അപ്പോൾ ഇതെന്താ ചെയ്യണം? ഞാൻ ഒഴിവാക്കാം. അപ്പോൾ ജസീലോനെ ഒഴിവാക്കണം, നമുക്ക് നോക്കാം, ചിലപ്പോൾ പഠിച്ചാലോ. ഞാൻ ഉടനെ ആ ലോട്ടറിൻ്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്. ഈ ലോട്ടറി എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ 70 ലക്ഷം രൂപ അടിച്ചാൽ ടാക്സ് എല്ലാം കഴിച്ചൊരു 50 ലക്ഷം കിട്ടും. ആ 50 ലക്ഷത്തിന് 50 ബൈക്ക് വാങ്ങിയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഗിവ് അവ തരുന്നു പറഞ്ഞു. മീൻസ് അതിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല. അപ്പം അങ്ങനെ പറഞ്ഞു. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് കിട്ടും. അങ്ങനെ എന്താ പറയുക, അതിന് ലോട്ടറി അടിച്ചു. ലോട്ടറി അടിച്ചു. എത്രയാണെന്നറിയോ? 500 രൂപ. ഒരു ലോട്ടറിക്ക് 500 അടിച്ചു. സെയിം 3 നമ്പറാണ് വാങ്ങിയത്. ഒരേ നമ്പറിൽ തന്നെ 3 ഡിജിറ്റായിട്ട് 3 സീരിയൽ നമ്പറായിട്ട് 3 ലോട്ടറി വാങ്ങിയത്. അപ്പോൾ 3 കൂടി 1500 രൂപ ലോട്ടറി അടിച്ചു. ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇട്ടില്ല, ഞാനത് ഗിഫ്റ്റ് തരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിക്കണം. രണ്ടാമത് ഈ സാധനം എന്താ ചെയ്യേണ്ടത്? പൈസയുണ്ട്, എനിക്ക് വേണ്ട. ആ 1500 രൂപ എനിക്ക് ആവശ്യമില്ല, കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയയിലാണ് നിൽക്കുമ്പോൾ എനിക്ക് വന്നത് ഓക്കെ എന്നാൽ പിന്നെ ഒരു ഗിവ് അവേ കൊടുത്തു കളയാം. 1500 രൂപക്ക് എന്തായാലും ബൈക്ക് വാങ്ങാൻ പറ്റില്ല. ബൈക്കിന് വരെ നമ്മളിന്ന് വാങ്ങാൻ പോകുന്നത് ഒരു സൈക്കിളാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു കുഞ്ഞു മക്കൾക്കൊക്കെ പറ്റിയ കുഞ്ഞു സൈക്കിൾ. അപ്പോൾ 1500 രൂപക്കൊന്നും സൈക്കിൾ ഇട്ടില്ല. 2000 3000 എന്തായാലും മുടക്കണം. ബട്ട് സ്റ്റിൽ ബാക്കി പൈസ ഞാൻ ആഡ് ചെയ്തോളാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സൈക്കിൾ പീടിയെ പോയിട്ട് ആദ്യം ലോട്ടറി പീടിയെ പോയിട്ട് ലോട്ടറി മാറും. ലോട്ടറി മാറിയിട്ട് സൈക്കിൾ പീടിയെ പോയിട്ട് കുറച്ച് പൈസ കൂട്ടി ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞുമോനിക്ക് കൊടുത്തിരും. ആർക്കാണ് ഒന്നും പ്ലാനില്ല, ഏതെങ്കിലും ഒരു കുഞ്ഞുമോനിക്ക് സൈക്കിളും കൊടുത്തിട്ട് വരും. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് നോക്കാം ആരാണ് ആ ഭാഗ്യവാൻ. നമ്മുടെ നാടൊക്കെ പഴയ പോലെ ആയി കേട്ടോ. കണ്ടോ, ആൾക്കാരൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. എല്ലാം സെറ്റായി. കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്, തെരുവ് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ടാക്സി സ്റ്റാൻഡിലൊക്കെ ആൾക്കാരുണ്ട്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന് അറിയാത്ത കുറേ ഡ്രൈവർമാരുണ്ട്. എങ്ങനെ പാർക്ക് ചെയ്യണമെന്നല്ല. ഇവിടെയൊക്കെ കറക്റ്റ് പാർക്കിങ്ങിൻ്റെ ഓരോരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവർക്ക് എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന് അറിയില്ല. ലൈന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ ക്രോസ് പാർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലോട്ടറി അടിച്ച് നോക്കാം. ഇത് മിഞ്ഞാൻ അടിച്ചതാണ്. ഒറിജിനൽ അല്ലേ? ഒറിജിനൽ അല്ലേ? 500 രൂപ. എടാ KK ബാർ പോകുന്നേക്കേ ഒരു ഇതിൻ്റെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും. സംഭവം എന്ന് വെച്ചാൽ ചങ്ങാതിയുടെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല. കാരണം മൂപ്പര് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ, കച്ചവടം ആയിട്ടില്ല. അപ്പം 1500 രൂപ മാറാൻ നോക്കും മൂപ്പരുടെ ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവരുടെ തന്നെ ഹെഡ് ഓഫീസ് എന്തോ പറഞ്ഞു, വലിയ ഷോപ്പ്. അപ്പോൾ അവിടെ കിട്ടുന്നുണ്ട്. ഇത് പയ്യൻ ലോട്ടറി. നാളെയല്ല, ഇന്നാണ്. ഇന്ന് മാത്രം. നാളെ ഇല്ല. നാളെ എന്നുള്ള പരിപാടി ജീവിതത്തിലല്ല, ഇന്ന്. ഓക്കെ. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ലോട്ടറി മാറാൻ വന്നിട്ടുള്ള ഈ പറഞ്ഞ ലോട്ടറി സ്റ്റാർട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുകയാണ്, ഇതിപ്പോൾ 1500 രൂപ എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഈ 1500 രൂപ ലോട്ടറി അടിച്ചത് ഇവിടുന്ന് പൈസയായിട്ട് മാറിത്തരാൻ പറ്റില്ല. ഇദ്ദേഹം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പൈസയായിട്ട് മാറാൻ പറ്റില്ല, അവർക്ക് ലോട്ടറി എടുക്കാം. ഈ 1500 രൂപ വർത്തുള്ള ലോട്ടറി ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? എനിക്ക് ലോട്ടറി അടിച്ചില്ല, എനിക്ക് പൈസ അല്ലേ വേണ്ടത്. നമുക്ക് ലോട്ടറി അടിച്ചാൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയില്ലേ നമ്മൾ ലോട്ടറി എടുക്കുന്നത്, അല്ലാതെ നമ്മളൊരിക്കലും വേറെ ടിക്കറ്റ് പോകാൻ വേണ്ടിയില്ലല്ലോ. അപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ തീർത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാനത് വീഡിയോ ചെയ്യാൻ കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തോ. ഇവിടുന്ന് പൈസയായിട്ട് തരാൻ പറ്റില്ല, ലോട്ടറി ആയിട്ട് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതെന്തോ ഒലക്ക് പോലത്തെ നിയമം അത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ലീഗലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നിയമപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ഇങ്ങനെ നമ്മുടെ കമ്പനി എടുത്താൽ മാത്രമേ പൈസ മാറ്റി തരാൻ പറ്റൂ, വേറെ കമ്പനി എടുത്താൽ പൈസ മാറ്റി തരാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
അപ്പോൾ അയാളൊരു നിയമമൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നീ പിന്നെ എടുത്തിട്ട് പോട്, അല്ലെങ്കിൽ എടുത്തിട്ട് പോകണ്ട, ഇങ്ങനെയാണ് മൂപ്പര് പറഞ്ഞത്. ഓക്കെ ചേട്ടാ, എന്ത് ചൊറിയാലോ എന്നോട് പറയാറാ, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിനെ പോവാ. നമശ്രീ പോവാ, നമുക്ക് അടുത്ത് തരുമൊക്കെ വാ. വൃത്തിയുടെ സ്വഭാവം കേട്ടോ, കൊറോണ വന്ന് ഇയാളൊന്നും ഇനി നന്നാകാൻ ചാൻസ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നതാ. ഇയാൾക്കൊന്നും ഇനി നന്നാകാനായിട്ടില്ല, നേരം വെളുത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നേ? മറ്റേ ആൾ കുഴപ്പമില്ല, നല്ല ഡീസൻ്റ് ആണ്, അവിടെ പൈസ ഇല്ല, നീ അവിടെ പോയി മാറിക്കോന്ന് പറഞ്ഞു. ബേക്കറി സീൽ നോക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടത്. ഇവിടെ വന്നേരം പറയാം ഇത് ഏതോ ഒരു പള്ളുരുത്തി കൊച്ചിയിലുള്ള ഏതോ ടീമിൻ്റെയാണ്, ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റും. അത് കേരള സംസ്ഥാന വായിക്കുറഞ്ഞാൽ എന്താ നമ്മളെന്താ ഞാനൊന്നും ഒരിക്കലും ലോട്ടറി എടുക്കാറില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പൊന്നും അറിയാത്തത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ലോട്ടറിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാധാരണക്കാർ ഒരുപാട് ആൾക്കാർ ഇതിനും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പിന്നെ അഭിമുഖീകരിക്കുന്നു കേട്ടോ. നമുക്ക് ഏതായാലും ഈ എപ്പിസോഡ് അതും കൂടി നോക്കാം. എത്ര ആൾക്കാരുടെ, ഞാനിപ്പോൾ ഇവിടെ ഒരു വേറെ ലോട്ടറി ഏജന്റ് ഉണ്ട്, അവിടെ പോയി നമുക്ക് നോക്കാം ഇയാൾ പൈസ മാറ്റി തരുമെന്നുള്ളത്. ഓക്കെ, പയ്യനിൽ കയറാവാ. ഇവിടെ ലോട്ടറി ഓറഞ്ച് വേണ്ട എന്തേ ഇല്ലപ്പോ അടിപൊളിയാ. ഇത് 500 രൂപ അടിച്ചതാ, മാറ്റി തരാൻ പറ്റുമോ? ഈ ഷോപ്പിൽ നിന്ന് ഒരു പൈസ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്ത ലോട്ടറിക്ക് 1500 രൂപ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇരിട്ടിയിലെ തന്നെ ഏതെങ്കിലും ഒരു സൈക്കിൾ ഷോപ്പിൽ പോവാം. ഒരു 2000 രൂപ ലക്ഷം ആഡ് ചെയ്യേണ്ടി വരും. 2-3000 രൂപ ഏതെങ്കിലും ഒരു സൈക്കിൾ വാങ്ങിയിട്ട് നമുക്ക് ഏതെങ്കിലും മക്കൾക്ക് റോഡും കാണുന്ന മക്കൾക്ക് കൊടുത്തിട്ട് അങ്ങ് പോകാം. ഓക്കെ, കൂടെ ഇതുണ്ടോ നിങ്ങൾ? ഈ ലോട്ടറിക്കാരൻ ഓക്കെയാണ്, അയാൾ മാന്യമായിട്ട് നമുക്ക് പൈസ തന്നു. മറ്റേ ഒരു തരത്തിൽ റോങ് ആയിട്ട് തന്നെ സംസാരിക്കുന്നത്. അപ്പം ഈ ഇതിൻ്റെ നിയമപരമായിട്ട് അറിയുന്ന ആൾക്കാരോടാണ്. ശരിക്കും നിങ്ങൾ ആരെങ്കിലും ഈ നിയമം അറിയുന്ന ആൾക്കാർ പറ, ഒരു ലോട്ടറി നമ്മൾ ഒരു ലോട്ടറി സ്റ്റാളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ലോട്ടറി സ്റ്റാളിലെ സീലല്ലാതെ വേറെ ഒരു ലോട്ടറി സ്റ്റാളിലെ സീലാണെങ്കിൽ പൈസ കൊടുക്കരുതെന്ന് നിയമമുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഞാൻ ഒരു കാര്യമുണ്ട്, ക്യാമറ റെക്കോർഡ് ചെയ്യുന്നവരൊന്നും വിചാരിക്കണ്ട. ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പെർമിഷൻ മേടിക്കും. ഞാൻ മുമ്പോട്ടാണ് ചേട്ടാ, ഞാനത് ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് പ്രശ്നമാകും, നിങ്ങൾക്ക് പ്രശ്നമായാൽ എന്നോടൊന്നും പറയരുത്. മുപ്പര് പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ചെയ്തോന്ന് പറഞ്ഞു. അപ്പം ഈ വീഡിയോ തന്നെ ഞാനൊരു പോർഷൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രശ്നമായി എന്നോട് പറയരുന്നല്ലോ. തീർച്ചയായിട്ടും ഞാനത് പ്രശ്നമാകും, ഞാനത് റിപ്പോർട്ട് ചെയ്യും. സംഭവം നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും. എങ്ങനെയാണ് ഒരാൾ ലോട്ടറി മാറാൻ പോയി ലോട്ടറി മാറി തന്നിട്ടില്ല, ചെറിയൊരു കാര്യമാണ്. പക്ഷേങ്കിൽ എൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ട്, എനിക്ക് പ്രശ്നമില്ല. പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, 100 രൂപ 200 രൂപ 300 രൂപയൊക്കെ കൂലിക്കൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ. അവർക്ക് 1500 എന്ന് വെച്ചാൽ നമുക്ക് 1 കോടി രൂപ എന്ന് പറയുന്നുള്ളൂ, അത്രയ്ക്ക് വിലയുണ്ട്. ആ ഒരു 1500 രൂപ മാറ്റാൻ വേണ്ടി അവർ ഒരു ലോട്ടറി സ്റ്റാളിൽ പോയിട്ട് അവർക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ കണ്ണൂർ ഓഫീസിൽ പോയാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടുന്ന് നമ്മൾ 60-10 റുപ്യ മുടക്കി നമ്മൾ കണ്ണൂർ പോയിട്ട് മാറണോ ഈ 1500 രൂപയുടെ ലോട്ടറി? അത് വെറും ആ സ്വഭാവം ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയേ പറ്റും. ബന്ധപ്പെട്ടവർ എന്തായാലും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കെതിരെ തീർച്ചയായിട്ടും നടപടി എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഷോപ്പിൽ പോയിട്ട് ആരും വാങ്ങാൻ നിൽക്കരുത് കേട്ടോ, ഒഴിവാക്കി വിടണം, വാങ്ങാൻ നിൽക്കരുത്. ഒരു ഷോപ്പിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിനാണ് മെയിൻ. അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെയാണ് നമ്മുടെ ലൈഫിലും അതുപോലെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എനർജി എല്ലാം വരുന്നത്. കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ സൈക്കിൾ അന്വേഷിച്ച് കുറേ കടയൊക്കെ ഇരുന്ന് ഇവിടെ എവിടെയും സൈക്കിൾ ഷോപ്പില്ല. 1, 2, 3, 4 ഷോപ്പിൽ കയറിയിട്ട് 4 ഷോപ്പിലും സൈക്കിളില്ല. സൈക്കിൾ സ്റ്റോക്കിലാണ് തോന്നുന്നത്. അപ്പം ഇനി അവിടെ വരുന്നവയ്ക്കൊരു കടയുടെ മുമ്പേ കുഞ്ഞി 2 സൈക്കിൾ കാണുന്നുണ്ട്, നോക്കി അതെടുക്കല്ല, അത് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാം. 1 മണിക്കൂറായി. കാരണം നമ്മളിപ്പോൾ ഉളിക്കുക എന്നുള്ള സ്ഥലത്തുണ്ടോ, ഇവിടെ എല്ലാ സ്ഥലത്തും വന്ന് നമ്മളിങ്ങനെ സൈക്കിൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഷോപ്പിലും സൈക്കിളില്ല, സൈക്കിൾ ഷോപ്പിലില്ല, ടോയ്സിന് ഷോപ്പിലില്ല, എവിടെയില്ല. ഉള്ളതാണെങ്കിലോ മുടിഞ്ഞ റേറ്റും, ഭയങ്കര പ്രശ്നമാണ്. സൈക്കിൾ ക്ഷാമം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് സൈക്കിൾ ക്ഷാമം. ഹായ്, ഞങ്ങൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ബൈക്കിനോട് തപ്പുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഇരിട്ടിന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളിൽ സാധനം എവിടെയില്ല, ഭയങ്കര ഡിമാൻഡ്. ഇവർ പറഞ്ഞ പ്രകാരം ഈ ഇപ്പം അറിയാമല്ലോ, ഈ കോവിഡിന് ശേഷം ഷിപ്പിംഗ് ഒക്കെ ഒരുപാട് പെൻഡിങ് ആയി. ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ വരുന്നില്ല, സൈക്കിൾസ് വരുന്നില്ല, അതുകൊണ്ട് എവിടെയും കിട്ടാൻ കേട്ടോ ഫുള്ള് പെൻഡിങ്ങിലുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് വാങ്ങണം, എവിടെ പോയിട്ട് ആനും വാങ്ങും, വാങ്ങിയിരിക്കും, കൊടുത്തിരിക്കും. നമ്മൾ ഏകദേശം 1 മണിക്കൂറില്ല 2.5 മണിക്കൂർ തപ്പുന്നു സൈക്കിളിന്. അപ്പോൾ ഞങ്ങൾ ഇരുട്ടിനോട് മുഴുവൻ തപ്പി
അതുപോലെ ഞങ്ങൾ ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, അവിടെ ഇല്ല. എടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, അവിടെ ഇല്ല. ഓൾമോസ്റ്റ് ഒരു 1500 രൂപേൻ്റെ പെട്രോൾ കത്തിച്ചു, കാറിന് കത്തിച്ച് ഞങ്ങൾ കഴിഞ്ഞ കുറേ സമയം സൈക്കിൾ തപ്പുന്നു, എവിടെയില്ല. അപ്പം പ്ലാൻ ബി ആക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കുറച്ച് കസിൻസ് കാസർഗോഡ് നിന്ന് ഗസ്റ്റ് വന്നു. അപ്പോൾ ഇനിയും നമുക്ക് തപ്പാനുള്ള സമയമില്ല. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്ന് നേരെ വീട്ടിലേക്ക് പോന്നു. ഇന്ന് വീട് പോയിട്ട് നാളെ കണ്ണൂരോ തലശ്ശേരിയോ അല്ലെങ്കിൽ മട്ടന്നൂരോ മറ്റുള്ള ഏതെങ്കിലും സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങുന്നു. എന്തായാലും എൻ്റെ പോക്കറ്റിൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും. ഇനി അതല്ല സൈക്കിൾ ഇല്ല എന്ന് വെച്ചോ, നമ്മൾ എന്ത് ചെയ്യാൻ പ്ലാൻ എന്ന് വെച്ചാൽ ഫുട്ബോളോ അങ്ങനത്തെ എന്തെങ്കിലും കുട്ടിയെ കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വാങ്ങിയിട്ട് കുട്ടിയെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം മീൻസ് ടുഡേയ്സ് എപ്പിസോഡ് ഇവിടെ തീരാൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, അടുത്ത പ്രാവശ്യം ഷോപ്പിലെ കാഴ്ചകളുമായിട്ട് കാണാം. നോക്കണ്ട, സംഭവം ശരിയാണ്. എന്താ പറയുക, ഇപ്പം 2021 ജനുവരി 22 കേട്ടോ. എന്ന് വെച്ചാൽ ഏകദേശം 1.5 മാസം കഴിഞ്ഞു. പിന്നെ ഞാൻ അതിനിടയിൽ ദുബായി പോയി അവിടുന്ന് നേരെ നമ്മൾ ഉക്രൈനിൽ പോയി, തിരിച്ചു വന്നു, ബാംഗ്ലൂർ പോയി, ഒക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാലും ഒരാളുടെ മുതലാണ് നമുക്ക് ലോട്ടറി എന്ന് പറയുമ്പോൾ. ഞാനൊരു പറഞ്ഞ വാക്കാണത്. ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിത്തറിഞ്ഞ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്ക് നമ്മൾ പാലിക്കണം. അതിപ്പം 1 മാസം ആയിക്കോട്ടെ, 1 കൊല്ലമായിക്കോട്ടെ, 10 കൊല്ലമായിക്കോട്ടെ, 50 കൊല്ലമായിക്കോട്ടെ, ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാലിക്കണം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാലും ചെയ്യാതിരുത്തില്ല. മാക്സിമം ഇനിയിപ്പം കോവിഡിൻ്റെ സമയം വന്നതുകൊണ്ട് യൂറോപ്യൻ ട്രിപ്പ് ബ്രേക്കായി എന്നുള്ളത് മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി നിർത്തോളം ഞാൻ അതിലും ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഞാൻ ഏതായാലും ഒരു സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനുള്ളത് എവിടെ അറിയോ? ഇപ്പോൾ കണ്ണൂരാണ്. കണ്ണൂർ നമ്മുടെ ഫൈസൽഖാൻ്റെ കോസ്മോസിൻ്റെ പുതിയൊരു ഷോറൂം കണ്ണൂർ ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട് ഈ 14-ാം തീയതി. എന്ന് വെച്ചാൽ നിങ്ങളുണ്ടല്ലോ ഇപ്പം ഈ 1.5 മാസം മുമ്പ് ഇരുട്ടിയിൽ ഒരുവിധം എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി എവിടെയും സൈക്കിളിലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഇവിടെയുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇഷ്ടം പോലെ സൈക്കിളുണ്ട്. അതും ഇവർ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റോക്ക് ഇവിടെ ഇറക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ വെയർ ഹൗസിലൊക്കെ ആയിട്ട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ കാണിച്ചുതരാം. ഇതൊക്കെ സൈക്കിൾസാണ്. നമുക്ക് വേണ്ട ഒരുവിധം ക്യാപ്റ്റൻ അമേരിക്ക, എന്തൊക്കെയോ ഇതിപ്പോൾ കേൽസ്റ്റോ എന്തൊക്കെയോ ബ്രാൻഡ് ഉണ്ട് ഇവിടെ. ഒരുപാട് സൈക്കിൾസ് ഇവിടെ ഉണ്ട്. നമ്മൾ ശരിക്കും ദുബൈയിലെ കറാമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ദുബൈയിലെ കറാമയിലുള്ളതിനേക്കാളും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചെറുതും വലുതും ഒരുപാടുണ്ട് ഇവിടെ. കണ്ടോ? ഞാനതിൽ ഹാപ്പിയാണ്. കാരണം നമ്മൾ തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറയുന്നത് സംഭവം കോസ്മോസുമാണ്, ഫൈസൽഖാൻ്റെ ഷോപ്പുമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഒരു സൈക്കിൾ സെലക്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഈ ഷോറൂമിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു കേട്ടോ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ, നമ്മുടെ താവക്കാര ബസ് സ്റ്റാൻഡിൽ പോകുന്നത് ഈ ഒരു ഷോറൂം കണ്ടോ, കെ ബിൽഡേഴ്സിൻ്റെ. ഇതിനപ്പുറം KFC ആണ് വരുന്നത്. അതിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതാണ് ഇവരുടെ ഷോറൂം. ഈ ഒരു നിലയിൽ മുഴുവനും സ്പോർട്സ് ഐറ്റംസ് മാത്രമാണ് ഉള്ളത്. പിന്നെ നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ദുബായിൽ നമ്മൾ കണ്ടതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ട്രേഡ് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് സൈക്കിളിൻ്റെ സെക്ഷൻ വരുന്നത് കേട്ടോ. ഇത് മുഴുവനും സൈക്കിളിൻ്റെ സെക്ഷൻസാണ്. ചെറുതും വലുതുമായി ഒരുപാട് സൈക്കിൾസ് ഇവിടെയുണ്ട്. ഇത് കുറച്ചും കൂടി വലിയ സൈക്കിൾസാണ്. ഏതായാലും ഒരു 35,000-40,000 രൂപ വില വരുന്ന സൈക്കിൾസ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഇനിയും സ്റ്റോക്കുകൾ വരുന്നതാണ് ഫൈസൽക്ക പറഞ്ഞത്. കാരണം അവരിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടല്ലേ. പിന്നെ സ്കേറ്റ് ബോർഡിൻ്റെ ഒരു വരുന്നുണ്ട് ഇവിടെ. സ്കേറ്റ് ബോർഡ് വരുന്നുണ്ട്. അതുതന്നെ 2-3 ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. നല്ലതും അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറിയ ക്വാളിറ്റിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ സൈക്കിളിൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതും വലുതുമായി എല്ലാം നമ്മളിപ്പം കണ്ടില്ല. നമ്മൾ ദുബായിൽ നമ്മൾ ഏകദേശം 6 ലക്ഷം രൂപയുടെ ഫെരാരി സൈക്കിളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത്രയും നമ്മുടെ കേരളത്തിലില്ലെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ക്യാരം ബോർഡിൻ്റെ ഒരു സെക്ഷനാണ്. ക്യാരം ബോർഡാണ്. ഞാൻ കുറച്ചും കൂടി സൂം ഔട്ട് ആക്കിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇത് സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ടൂൾസ്, പിന്നെ അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ രാവിലെ എണീച്ചാൽ നമ്പറിന് അടിച്ചു കൊടുക്കുക. നീ ഏഴ് നോക്കി പഠിച്ചത് അങ്ങനെ. പിന്നെ ഇവിടെ ഫുട്ബോൾ ഉണ്ട്. ഒരുപാട് ഫുട്ബോളിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഫുട്ബോൾ പ്ലെയേഴ്സിനാണ് നിങ്ങൾക്കുള്ളൊരു റാക്കാണ് ഈ ഏരിയ മുഴുവൻ. ഫുട്ബോൾസ് മാത്രമല്ല, അതിൻ്റെ ബൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇത് വെള്ളം കുടിക്കുന്ന ബോട്ടിൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ ഇവിടെ ഇതിൻ്റെ ബൂട്ട്സ് ഉണ്ട്. ഇവിടെ മുഴുവൻ ഫുട്ബോൾസിൻ്റെ ബൂട്ട്സാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ബ്രാൻഡഡും അല്ലാത്തതുമായ എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് സ്നീക്കേഴ്സിൻ്റെ പോലത്തെ ഷൂസാണ്. നമുക്ക് ജിമ്മിനും അവിടെ ഇവിടെ പോകുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ജിമ്മിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു ഐറ്റംസാണ്. ഇത് പുഷപ്പ് എടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ വശത്തായിട്ട് ബൂട്ട്സ് ഉണ്ട്. കുറച്ചുകൂടി നിവ്യേൻ്റെ ഒക്കെ നല്ല ബ്രാൻഡഡ് ബൂട്ട്സ് ഒക്കെ വേണം എന്നുള്ളവർക്ക് നിവ്യേൻ്റെ ഒക്കെ നല്ല ബ്രാൻഡഡ് ബൂട്ട്സ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് ക്രിക്കറ്റ് ബാറ്റാണ്. നേരത്തെ കണ്ട പാഡാണെങ്കിൽ ഇത് ക്രിക്കറ്റ് ബാറ്റ് കേട്ടോ.
MRF, SS. നമ്മൾ പണ്ട് കളിക്കുമ്പോൾ SS MRF അല്ലേനു. ക്രിക്കറ്റ് ബാറ്റുകളാണ്. ഈ വശമായിട്ട് നമുക്ക് പിന്നെ ഈ നമ്മുടെ എന്താ പറയുക ഈ മാർഷൽ ആർട്സ്, ബോക്സിങ് അങ്ങനത്തെ മാർഷൽ ആർട്സിൻ്റെ ഒക്കെ സംഭവങ്ങൾ കേട്ടോ ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ഫുട്ബോളിൻ്റെ തന്നെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ബോള്, നമ്മുടെ ക്രിക്കറ്റ് ബോളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും ഇത് മാത്രമല്ല, പിന്നെ ഡ്രസ്സുകൾ, നമ്മൾ ജിമ്മിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ, കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ ഇതിലുണ്ട് ഉണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോസ്റ്റ്യൂംസ് ഉണ്ട്. നമുക്ക് ജിമ്മിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോഗിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ജോഗേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ടോ. പിന്നെ ഈ വശത്തായിട്ട് നമുക്ക് സ്വിമ്മിങ്ങിന് ഉപയോഗിക്കാം, വാട്ടർ സ്പോർട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വശത്തുള്ളത്. അതിൻ്റെ ഗൂഗിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കരാമയിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പം ഗൂഗിൾസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇത് സൈക്ലിങ്ങിന് ഉപയോഗിക്കുന്നവർ മസ്റ്റായിട്ട് നിങ്ങൾ ഹെൽമെറ്റ് ഇടണം. ബൈക്ക് ഓടിക്കുന്നവർ മാത്രമല്ല, ഒന്നും കൂടി ഞാൻ പറയുന്നു, ബൈക്ക് ഓടിക്കുന്നവർ മാത്രമല്ല സൈക്ലിങ്ങിന് പോകുന്നവർ മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഇടണം. അത് മാൻഡറ്ററി ആണ്. കാരണം നിങ്ങൾ ഒരു പ്രൊഫഷണൽസിലൊക്കെ നോക്കി ഒരുപാട് മക്കളുണ്ട്, അവർ ഹെൽമെറ്റ് ഇടാതെ ഒരിക്കലും സൈക്കിൾ ഓടിക്കില്ല. അപ്പോൾ നിങ്ങൾ സൈക്കിൾ ഓടിക്കുന്നതിന് മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഇട്ടേ പറ്റും കേട്ടോ. പിന്നെ അപ്പം അതിനുള്ള ഹെൽമെറ്റ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് സ്കേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂസാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഒരു വിശാലമായൊരു ഷോറൂം തന്നെ പറയാൻ പറ്റും. പിന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ക്യാരം ബോർഡ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വിനോദത്തിന് വേണ്ടി, സ്പോർട്സ് ആക്ടിവിറ്റീസ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ബാഗുകൾ, കാര്യങ്ങൾ, പിന്നെ ഇത് ടേബിൾ ടെന്നീസിൻ്റെ ബോർഡുകൾ കേട്ടോ. പിന്നെ അങ്ങനെ സൈക്കിൾ ഞാൻ എടുത്തു. ഇതാണ് സാധനം കണ്ടോ നിങ്ങൾ. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരെന്താ? ഈസ്റ്റോ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഇതിന് റേറ്റ് വരുന്നത് വെച്ചാൽ ഇതിന് 8000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 1500 രൂപ ലോട്ടറി അടിച്ചിട്ടില്ല. പക്ഷേങ്കിൽ പിന്നെ എടുക്കുമ്പോൾ അതിൽ നല്ലതിന് എടുത്ത് കൊടുക്കണ്ടേ. നമ്മളൊരു വാക്ക് പറഞ്ഞല്ലോ, അപ്പം കുഴപ്പമില്ല. ബാക്കി അമ്മാര പോക്കറ്റ്സ് ജായക. പിന്നെ ഇതാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഗിവ് അവേ കൊടുക്കാൻ പോവാണ്. ഗിവ് അവേ ഒരിക്കലും ഇനി ഓൺലൈനിലല്ല, ഞാൻ നല്ലൊരു കുഞ്ഞു മോനെ തപ്പിപ്പിടിച്ചിട്ട് അവനിക്കാൻ കൊടുക്കും. എന്താ പറയുക, അതിപ്പം ഞാനിപ്പോൾ ഇത് ബൈക്ക് എടുത്ത് വന്നുകൊണ്ടാണ്, അല്ല ഇന്ന് തന്നെ ഞാൻ കാറിൽ കയറ്റി കൊണ്ടുപോയി ഗിവ് അവേ കൊടുത്ത് വിട്ടാണ്. അപ്പോൾ ഏതായാലും നോക്കട്ടെ, അതിനൊക്കെ ഒരു പോംവഴി കാണും. നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇത് അർഹനാണെന്നല്ലോ. ഒന്നും കൂടി ഞാൻ പറയാം, എനിക്ക് അങ്ങനെയുള്ള ആളെ വേണ്ടതെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് ഒന്നും ഇല്ലാത്ത, ഒരു സൈക്കിൾ പോലും വാങ്ങാൻ പറ്റാത്ത വെച്ചാൽ ഒന്നും വാങ്ങാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അച്ഛന് ജോലി ഉണ്ടാവില്ല, നമുക്ക് ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീട് അങ്ങനത്തെ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നത്, ദിവസം ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ മൊത്ത കുടുംബത്തിന് ചിലപ്പോൾ ഒരു 10,000 താഴെ മാത്രമേ വരുമാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഒന്നുകൂടി ഞാൻ പറയുന്നു, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ തരാം. നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, എന്നിട്ട് നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവരെന്തായാലും നിങ്ങളോട് ഡീറ്റെയിൽസ് ചോദിക്കും, എന്താണ് പേര്, വീട് എവിടെയാണെന്ന് ഇവർ ചോദിക്കും. ഈ കണ്ണൂർ ഏരിയയിലുള്ളവരെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ എവിടെയായാലും കുഴപ്പമില്ല, കുറച്ച് അടുത്തടുത്തായിട്ട്. കാരണം ഇവർക്ക് ഡെലിവറി കൊടുക്കില്ല, ഞാൻ തന്നെ വണ്ടി എടുത്ത് വന്ന് ഞാൻ തന്നെ തരേണ്ടി വരും. മറ്റു ജില്ലക്കാർ പേടിക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ നോക്കാം കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും കള്ളം പറയാനോ അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യരുത്. ഇതിന് ഈ ഒരു സൈക്കിൾ അർഹനാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും, എന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി കേട്ടോ. ഒരാളെ എന്തായാലും സെലക്ട് ചെയ്ത് സൈക്കിൾ കൊടുക്കും. ആർക്കാ കൊടുക്കുന്നത് എന്നൊന്നും ഞങ്ങൾ പറയില്ല, കാരണം അതൊരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ, ഇപ്പോൾ ബൈക്സ് ഒക്കെ ഓക്കെ, നമ്മൾ ഗിവ് കൊടുക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ അത് ജെന്യൂൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പേരും കാര്യങ്ങളും വെച്ചിട്ട് വളരെ വലിയ നറുക്കെടുപ്പൊക്കെ നടത്തിയിട്ട് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആൾക്കാർ എൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു മക്കളുള്ളതാണ്. അപ്പോൾ കുഞ്ഞു മക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മളത് ഷോ ഓഫ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, സോ അഗൈൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, വളരെ പാവപ്പെട്ട ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ പോലും കഴിവില്ലാത്ത ആണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്തതാണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ ഇവിടെ കോസ്മോസിൽ നേരിട്ട് വന്ന് ഇവിടെ ഡീറ്റെയിൽസ് പറയാം. അതല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കും, കോൺടാക്ട് നമ്പർ വിളിക്കാം കേട്ടോ. ഒരാൾ എന്തായാലും ഇവർ നറുക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്യും. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്നത് ഇന്ന് 22 ഡേറ്റ്, നിങ്ങൾ വീഡിയോ കാണുന്നത് 23-ാം തീയതി ആയിരിക്കും, ശനിയാഴ്ച. തിങ്കളാഴ്ചക്കുള്ളിൽ ഈ സാധനം ഞങ്ങൾ കൊടുക്കും കേട്ടോ. പിന്നെ അതുപോലെ അഡൽട്സ്, യുവാക്കളൊന്നും വിഷമിക്കണ്ട, 2 ബൈക്സ് ഞാൻ ഗിവ് അവേ തരുന്നുണ്ട്. അതിന്റെ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു മാസം മുമ്പേ പറഞ്ഞിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്ക് 2 മില്യൺ ആകുമ്പോൾ ഞാനൊരു 2 ബൈക്സ് ഗിവ് അവേ തരുന്നുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഉടനെ ഞാൻ പറയും കേട്ടോ. വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി. ഇപ്പം ഏതെങ്കിലും ഒരു
കുഞ്ഞു മോൻ്റെ മുഖത്ത് ഇത് കൊണ്ട് കുറച്ച് സന്തോഷം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈക്കിൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യാൻ. ഇവിടെ അതുപോലെ ഇവർ ഓപ്പൺ ആക്കിയിട്ടല്ലോ 14 തീയതി ഓപ്പൺ ആക്കിയത്. ഇവർ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പം പല സാധനത്തിനും ഇവർ 40 to 50% അല്ല 40 to 50% ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കണ്ണൂർ വരിക, കോസ്മോസിൽ വരിക. പിന്നെ കോസ്മോസിൽ വന്ന് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കുക, സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുക കേട്ടോ. ചുറ്റുപാടത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെ നിങ്ങളുടെ പേര് കൊടുത്തോ. എന്തായാലും തിങ്കളാഴ്ചയുള്ള സൈക്കിൾ 100% കൺഫേം ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ വാക്ക് എന്തായാലും നമ്മൾ പാലിക്കണം കേട്ടോ. 1 മാസം 2 മാസം 3 മാസം ആയാലും പാലിക്കണം. 1.5 മാസം മുമ്പ് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു വാക്കാണ് ഞാൻ ഇപ്പം പാലിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന്. നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.